കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളുടെ തുടർച്ച എന്നോണം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള ഫങ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസ്. സിയിൽ ഓൾമോസ്റ്റ് എല്ലാം എന്താണ്, ഫങ്ഷൻസ് ആണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഹാഷ് ഇൻക്ലൂഡ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞ് ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിലാണ്, ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിലാണ്, അങ്ങനെ ആ ഹെഡർ ഫയലിലാണ്. അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് scanf ആണ്. scanf എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, സ്കാൻ ഫങ്ഷനാണിത്. scanf, ഇതിൽ പാരാന്തസിസും ഓപ്പൺ പാരാന്തസിസും ക്ലോസിങ് പാരാന്തസിസും ഉണ്ട്. ഇതിനുള്ളിലാണ് നമ്മൾ എങ്ങനെ സ്കാൻ ചെയ്യണം, എന്ത് സ്കാൻ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇൻപുട്ട് ചെയ്യണം, എന്ത് ഇൻപുട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് സ്കാനഫിന് പ്രധാനമായും രണ്ട് പാർട്ടുകളുണ്ട്. സ്കാനഫിന് പ്രധാനമായിട്ടും രണ്ട് പാർട്ടുകളുണ്ട്. ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ, ഫോർമാറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെ വേരിയബിളാണ് ആക്സസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിളിലേക്കാണ് സ്കാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിളിന് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിങ് ലൊക്കേഷനിലേക്കാണ് സ്കാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഫോർമാറ്റ് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേർട്ടഡ് കോമയിലുള്ളിലായിരിക്കും പറയുക. ഓരോ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞു വരികയാണ്. ഫോർമാറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ പറയുന്നത് എപ്പോഴും ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലായിരിക്കും, ഡബിൾ കോട്ട്സിനുള്ളിലായിരിക്കും. ഈ ഫോർമാറ്റ് പാർട്ടിനെയും വേരിയബിൾ പാർട്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ ഉപയോഗിക്കും. എന്തൊക്കെയാണ് പറഞ്ഞത്, സ്കാനഫിന് രണ്ട് പാർട്ടുണ്ട്. രണ്ട് പാർട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യുന്ന പാർട്ട്, അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ ഡിഫൈൻ ചെയ്യുന്ന പാർട്ട് എന്ന് പറയും. സെക്കൻഡ് പാർട്ടാണ് വേരിയബിൾസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിൾസിൻ്റെ അഡ്രസ്സിങ് ലൊക്കേഷനിലേക്കാണ് പറയുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഫോർമാറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് കോഡ്സിനുള്ളിലായിരിക്കും, ഡബിൾ കോഡ്സിനുള്ളിലായിരിക്കും. ഈ ഫോർമാറ്റിനെയും വേരിയബിൾസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ ഉപയോഗിക്കും. ഇതുകൂടാതെ ഇതിലേതൊക്കെ വേരിയബിൾസ് ആണോ ഉപയോഗിക്കുന്നത് ആ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കും, കോമ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ കോമ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കോമ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഫോർമാറ്റിനെ അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയറിനെയും വേരിയബിളിനെയും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമ ഉപയോഗിക്കും. ഇനി ഒന്നിലധികം വേരിയബിൾസ് നമുക്ക് സ്കാൻ ചെയ്യാനുണ്ടാവും അല്ലേ, ഇൻപുട്ട് ചെയ്യാനുണ്ടാവും. ഒന്നിലധികം വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്യാനുണ്ടാവും. അന്നേരം അത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. അതിനും ഉദാഹരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൺവേർഷൻ സ്പെസിഫയർ, കുറച്ച് കൺവേർഷൻ സ്പെസിഫയേഴ്സ് എന്തൊക്കെയാണോ എന്നുള്ളത് നമുക്ക് പറഞ്ഞു നോക്കാം. ഡേറ്റ ടൈപ്പിനെ ബേസ് ചെയ്തായിരിക്കും എപ്പോഴും കൺവേർഷൻ സ്പെസിഫയറിനെ കുറിച്ച് പറയുക. ഡേറ്റ ടൈപ്പിനെ ബേസ് ചെയ്യാണ്. ഇവിടെ ഡേറ്റ ടൈപ്പിന് പ്രാധാന്യമുണ്ട് അല്ലേ. ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് ഡേറ്റ ടൈപ്പ്. ഇവിടെ എന്തുണ്ട്, ഡേറ്റ ടൈപ്പിന് പ്രാധാന്യമുണ്ട്. ഏത് തരം ഡേറ്റ ടൈപ്പാണോ നമ്മൾ ഉപയോഗിക്കുന്നത് വേരിയബിളിന് വേണ്ടിയിട്ട്, ആ ഡേറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺവേർഷൻ സ്പെസിഫയർ വേണം നമ്മൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഫോർമാറ്റ് വേണം നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇൻറ്റിജർ വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, %d ആയിരിക്കും ഉപയോഗിക്കുക.
ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് സി ഉപയോഗിക്കുക. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എസ് ഉപയോഗിക്കുക. ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എഫ് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ലോങ് എന്ന് പറയുന്നത്. ഇൻറ്റിൻ്റെ ഇരട്ടിയാണ് ലോങ് എന്ന് പറയുന്നത്. അവിടെ പെർസെൻറ്റേജ് എൽ ഡി എന്ന് ഉപയോഗിക്കുക. ഫ്ലോട്ടിൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഡബിൾ എന്ന് പറയുന്നത്. അവിടെ പെർസെൻറ്റേജ് എൽ എഫ് ഉപയോഗിക്കുക. നമ്മുടെ പറയാം ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ കൺവേർഷൻ സ്പെസിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. കുറച്ച് കൺവേർഷൻ സ്പെസിഫയേഴ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഏത് ഡേറ്റ ടൈപ്പ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ കൺവേർഷൻ സ്പെസിഫയർ വേണം നമ്മൾ ഈ കൺവേർഷൻ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർമാറ്റ് പാർട്ടിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺവേർഷൻ സ്പെസിഫയറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഡി ആണ്. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് സി ആണ്. സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് തൽക്കാലം പറയാം. ഒരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രിങ് എന്ന് ഉപയോഗിക്കുന്നതിന് നല്ലത് വേർഡ് എന്ന് ഉപയോഗിക്കുന്നതാണ്. ഒരു സിംഗിൾ വേർഡ് ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എസ് ആണ്. അതുപോലെ തന്നെ ഇൻറ്റിജറിൻ്റെ ഇരട്ടിയായിട്ടുള്ള ലോങ് ഉപയോഗിക്കുന്നതിന് പെർസെൻറ്റേജ് എൽ ഡിയും ഫ്ലോട്ടിൻ്റെ ഇരട്ടിയായിട്ടുള്ള ഡബിൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പെർസെൻറ്റേജ് എൽ എഫും ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കൺവേർഷൻ സ്പെസിഫയറെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ ഒരു വേരിയബിളിലേക്ക് സ്കാൻ ചെയ്യാം എന്നുള്ളത് അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ ടൈപ്പ് പറയണം അല്ലേ? മെയിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിയുടെ സ്ട്രക്ചർ തന്നെ നിങ്ങൾ എഴുതുക. ഇപ്പം തൽക്കാലം ഞാനതൊന്നും എഴുതുന്നില്ല. പറയുന്ന പോയിന്റിലേക്ക് മാത്രം പോവുകയാണ്. ഇൻറ്റ് എക്സ് എന്നും വൈ എന്നും രണ്ട് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തു. ഇനി എക്സ് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് 10 എന്നുള്ള വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 10 എന്ന് കൊടുത്തു. ഇനി ഇതെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? 10 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ അവിടെ കൊടുത്തു വെച്ചു. ഇനി അതിന് ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ എപ്പോഴെങ്കിലും എക്സിന് വേറൊരു വാല്യൂ അസൈൻ ചെയ്യുന്നത് വരെ അത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയല്ല, യൂസറിന് വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾക്ക് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ യൂസേജ് വരുന്നത്? യൂസറിന് എപ്പോഴാണോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കേണ്ടി വരുന്നത് ആ സമയത്താണ് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷന് ഉപയോഗം വരുന്നത്. ഫോർ എക്സാമ്പിൾ റൺ ടൈമിൽ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. എനിക്ക് 10 മാത്രം പോരാ, വേറെ ഏതെങ്കിലും പല നമ്പറുകളും എൻ്റർ ചെയ്യാനുണ്ട്. എക്സിന് ഓരോ സമയത്ത് ഓരോ വാല്യൂ ആയിരിക്കും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? റൺ ടൈമിൽ വേണം വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്കാൻഎഫ് ആണ്. അപ്പോൾ എന്ത് പറയുക? സ്കാൻഎഫ് എല്ലാം സ്മോൾ ലെറ്ററിലാണ് അല്ലേ? സി എന്ന് പറയുന്ന കേസ് സെൻസിറ്റീവ് ആണ്, സ്മോൾ ലെറ്ററിലേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. സ്കാൻഎഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് പാരാന്തസിസ് ഉണ്ട്. ഇനി ആദ്യത്തെ പാർട്ട് എന്താണ്? ഫോർമാറ്റ് ആണ്. ഫോർമാറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ കോഡ്സിൽ വേണം ഇടാൻ. ആദ്യം ഡബിൾ കോഡ്സ് തന്നെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? പെർസെൻറ്റേജ് ഡി ഫോർമാറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഫോർമാറ്റിനെ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ട് ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത് ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ വേരിയബിൾ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റ് പാർട്ടിനെയും വേരിയബിൾ പാർട്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ നമ്മൾ ഇട്ടു. ഇനി എന്തിലേക്കാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്? എക്സിലേക്ക് സ്കാൻ ചെയ്യണം. എക്സിലേക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് മെമ്മറിയിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ അലൊക്കേഷൻ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മെമ്മറി ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഏതാണെന്ന് പോയി നോക്കിയിട്ട് ഇവിടെ അഡ്രസ്സും ഉണ്ടാവും അല്ലേ? കുറേ അഡ്രസ്സിങ് ലൊക്കേഷൻസ് കഴിഞ്ഞ് 1025 വരെയുള്ള കുറേ അഡ്രസ്സിങ് ലൊക്കേഷൻസ് ഞാൻ കൊടുത്തു വെച്ചു. ഇവിടെ വന്നിട്ട് ഇവിടെ കുറേ വാല്യൂ, ഇവിടെ ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഇവിടെയൊക്കെ വാല്യൂ ഉണ്ട്, പക്ഷേ ഇത് രണ്ടും വേക്കൻ്റ് ആണ്. അപ്പോൾ ഇതിലേതിലെങ്കിലും ആയിരിക്കും എന്ത് അസൈൻ ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് 1001 എന്ന് പറയുന്ന അഡ്രസ്സിങ് ലൊക്കേഷനിലാണ് സ്ഥലം കിട്ടിയത് എന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. ഒഴിഞ്ഞ സ്ഥലം എവിടെയുണ്ട് എന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടക്കും അല്ലേ? അതുപോലെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? ഒഴിഞ്ഞ സ്ഥലം കിട്ടും, അവിടേക്ക് കൊണ്ടുപോയി വയ്ക്കും.
അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നാമത്തെ ലൊക്കേഷനിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ 25ാമത്തെ കോളത്തിലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ കളി കാണാനൊക്കെ ഗാലറിയിലൊക്കെ പോയിരിക്കുമ്പോഴേക്കും 4ാമത്തെ റോയിൽ 10ാമത്തെ സീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയും. എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യും, ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് 1001 എന്ന് പറയുന്ന ലൊക്കേഷനാണ് കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, 1001 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമുക്കറിയില്ല ഏത് ലൊക്കേഷനാണ് എക്സിന് വേണ്ടിയിട്ട് കിട്ടിയതെന്ന്. അതിന് പകരം നമ്മൾ എന്ത് പറയും, ഈ എക്സിന് കിട്ടിയിരിക്കുന്ന അഡ്രസ്സിൽ അഡ്രസ് ഓഫ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന സിമ്പിൾ ആംപർസാൻഡ് ആണ്. ആംപർസാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ മീനിങ്, അഡ്രസ് ഓഫ് വാട്ട്, എക്സ് വേരിയബിൾ, അഡ്രസ് ഓഫ് എക്സ് വേരിയബിൾ. ഇതുപോലെയാണ് ചെയ്യുന്നത്. പാരാന്തസിസ് ക്ലോസ് ചെയ്തു, സെമിക്കോൺ ഇട്ടു. ഒന്നുകൂടെ പറയാം, scanf എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യുമ്പോൾ ആദ്യം ഏത് പാർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്, ഫോർമാറ്റ് പാർട്ട് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ആ കൺവേർഷൻ സ്പെസിഫൈങ് എന്തിൽ കൊടുക്കണം, നമ്മൾക്ക് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ് ഡേറ്റ ടൈപ്പ് എന്നുണ്ടെങ്കിൽ ഏത് തരം ഫോർമാറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയർ ആണ് ഉപയോഗിക്കുന്നത്, %d ആണ് ഉപയോഗിക്കുന്നത്. ആ %d നമ്മൾ ഇവിടെ കൊടുത്തു. എന്നിട്ട് എന്ത് പറയണം, എന്തിലേക്കാണ് സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അല്ലേ. ഫോർമാറ്റ് പാർട്ട് കഴിഞ്ഞാൽ ഇത് കോമ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, എന്തിലേക്കാണ് സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. എന്തിലേക്കാണ് സ്കാൻ ചെയ്യേണ്ടത്, എക്സിലേക്ക് സ്കാൻ ചെയ്യണം. എക്സ് ഇങ്ങനെ ആസ് ഇറ്റ് ഈസ് കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ല. നമ്മൾ അന്നേരം എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ ഒരു ലൊക്കേഷനിൽ സ്പേസ് വേക്കൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വേണം എന്ത് ചെയ്യാൻ, ഞാൻ പറയാൻ പോകുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ് ഓഫ് എന്നുള്ള സിമ്പിൾ കൊടുക്കും. അഡ്രസ് ഓഫ് എന്നുള്ള സിമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, ആംപർസാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ മനസ്സിൽ പറഞ്ഞോളുക അഡ്രസ് ഓഫ് എക്സ് എന്നാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക, എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിങ് ലൊക്കേഷൻ ഏതാണോ അവിടെയായിരിക്കും വാല്യൂ സ്റ്റോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എക്സിന് 10 എന്ന വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. ഇതിപ്പോൾ ഒരെണ്ണം സ്കാൻ ചെയ്യുന്നതേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഇനി എക്സും വൈയും ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് scanf %d &x കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തടുത്ത് തന്നെയാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, രണ്ട് നമ്പേഴ്സ് ഒരേ സമയം തന്നെ എൻ്റർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കാം, ഇവിടെ വന്ന് scanf %d ആദ്യത്തെ വേരിയബിളിനുള്ള കൺവേർഷൻ സ്പെസിഫയർ അല്ലെങ്കിൽ ഫോർമാറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. എനിക്ക് എത്ര വേരിയബിൾ ചെയ്യാനുണ്ട്, 2 വേരിയബിൾ ചെയ്യാനുണ്ട് അല്ലേ. രണ്ടും എന്ത് ടൈപ്പാണ്, ഇൻറ്റിജർ ടൈപ്പാണ്. അതുകൊണ്ട് %d വീണ്ടും %d തീർന്നു. 2 എണ്ണേ പറയാനുള്ളൂ. തീർന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും, ഡബിൾ കോട്ട്സ് ഇട്ടു. ഫോർമാറ്റ് പാർട്ട് കഴിഞ്ഞു, കോമ ഇട്ടു. ഏതൊക്കെയാണ് ആക്സസ് ചെയ്യേണ്ട വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട വേരിയബിൾസ് ഏതൊക്കെയാണ്, എക്സും വൈയും. അഡ്രസ് ഓഫ് എക്സ്, 2 വേരിയബിൾസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ ഇട്ടു, അഡ്രസ് ഓഫ് വൈ. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അന്നേരം എന്താ സംഭവിക്കുന്നത്, ഈ %d ഈ എക്സിന് വേണ്ടിയിട്ടും ഈ %d ഈ വൈക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചു. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ഇൻറ്റ് എക്സ് ഫ്ലോട്ട് z കൊടുത്തു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ 2 സംഖ്യകൾ നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും, ഇവിടെ വന്ന് scanf ഡബിൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇൻറ്റിജർ വേരിയബിൾ ആണ് ആക്സസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, ഇൻപുട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, %d. ഇനി അടുത്തത് ഏതാണ്, %f അല്ലേ. ഫ്ലോട്ടിന് വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്, %f. കോഡ് സെൻഡ് ചെയ്തു, കോമ ഇട്ടു. ഇവിടെ എന്ത് ചെയ്യുക, %x, %z പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യും, ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ ആണ് എത്തില്ലേ. അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം എഴുതുന്നത് കേട്ടോ. %d എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റിജർ വേരിയബിൾ തന്നെ എഴുതണം. ഇവിടെ %f ആയി എഴുതിയിരുന്നെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് എഴുതണമായിരുന്നു, z എഴുതണമായിരുന്നു. ഇപ്പോൾ %d ഇൻറ്റിജർ വേരിയബിൾ ആദ്യം റീഡ് ചെയ്യുന്നു, ഫ്ലോട്ടിംഗ് വേരിയബിൾ അടുത്തതായിട്ട് റീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് 2 സെക്ഷനായിട്ട് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്തു, അതോരോന്നും റീഡ് ചെയ്തു. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ
ഇൻപുട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ്, ഇതേ ഫോർമാറ്റ് തന്നെയാണ് എന്തിനും നമ്മൾ ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. നമ്മൾ ആദ്യം ചെയ്തു അല്ലേ, പ്രോഗ്രാം ചെയ്തു, ഒരു വെൽക്കം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. വെൽക്കം സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്തത്, printf എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സിമ്പിൾ printf ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, printf വെൽക്കം ഡബിൾ കോഡ്സിൽ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ പ്രിന്റ് ചെയ്യും. ഇനി എനിക്ക് വേണ്ടത് ഞാൻ ഇൻപുട്ട് ചെയ്ത നമ്പേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. നേരത്തെ നമ്മൾ എക്സും വൈയും ഇൻറ്റിജർ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. അതിൽ എന്തൊക്കെ വാല്യൂ ആണോ scanf വഴി നമ്മൾ ഇൻപുട്ട് ചെയ്തത് അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, printf. ഇവിടെയും രണ്ട് പാർട്ടുണ്ട്, സ്കാനഫിനുള്ളതുപോലെ തന്നെ ഇവിടെയും എന്ത് പാർട്ടുണ്ട്, രണ്ട് പാർട്ടുണ്ട്. ഏതൊക്കെ പാർട്ടാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിന്റ് ചെയ്യേണ്ടത്. അതായത് ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ. വെൽക്കം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തു. ദ നമ്പർ ഈസ്, അതെന്താണെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ദ നമ്പർ ഈസ് എന്ന് എഴുതി വന്നിട്ട് ഇവിടെ ആ നമ്പർ ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിൽ നമ്മൾ എന്ത് തരം ഡേറ്റയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കണം. %d ആണ്, ഇൻറ്റിജർ ടൈപ്പ് ആണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇൻറ്റിജർ ടൈപ്പാണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ. അന്നേരം ഏതാ കൊടുക്കുന്നത്, കൺവേർഷൻ സ്പെസിഫയർ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് %d ആണ്. %d ഇത്രയും ആയപ്പോഴേക്കും സ്റ്റേറ്റ്മെന്റ് പാർട്ട് തീർന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടത് എക്സ്. ഇവിടെ എക്സിന്റെ അഡ്രസ് അല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ എക്സിലുള്ള വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് കൊടുത്താൽ മതി, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം മാത്രം കൊടുത്താൽ മതി. സ്കാൻ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സ്കാനഫ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്ത് സിമ്പൽ കൊടുക്കേണ്ടത്, അഡ്രസ് ഓഫ് അല്ലെങ്കിൽ ആംപർസാൻഡ് സിമ്പൽ കൊടുക്കേണ്ടത്. printf ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ വേരിയബിൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ദ നമ്പേഴ്സ് ആർ, printf ദ നമ്പേഴ്സ് ആർ %d, %d x, y ഇങ്ങനെ കൊടുക്കാം നമുക്ക്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ദ നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂ 10ഉം വൈയുടെ വാല്യൂ 20ഉം ആണെന്നുണ്ടെങ്കിൽ 10, 20 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് വരും. എന്നൊക്കെ നമ്മൾക്ക് നേരിട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ജസ്റ്റ് ഇത് ഏത് രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞു തന്നു മാത്രം. ഇനി ഫ്ലോട്ട് വാല്യൂ ആണെന്നുണ്ടെങ്കിലോ എങ്ങനെയാ വരിക, printf the number is %f. ഫോർമാറ്റ് പാർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയ പാർട്ട് കഴിഞ്ഞു. എന്ത് ചെയ്യണം, z ആയിരുന്നു നമ്മൾ നേരത്തെ കൊടുത്ത ഫ്ലോട്ട് വേരിയബിൾ അല്ലേ. z എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ z എന്ത് വാല്യൂ ആണോ ചെയ്തത് അത് ദ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാനത്ത് വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കാനഫും ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് printf ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. printfന് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റേ കൊടുക്കണ്ടു എന്നുണ്ടെങ്കിൽ കോഡ്സിൽ തന്നെ അത് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി ഏതെങ്കിലും വേരിയബിളിലുള്ള വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് വേരിയബിൾ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് എവിടെയാണോ ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അവിടെ ഫോർമാറ്റ് എഴുതി വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കോഡ്സ് ക്ലോസ് ചെയ്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഏതാണോ വേരിയബിൾ അത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ആദ്യം വരണം എനിക്ക് printf എക്സിൻ്റെ വാല്യൂ ആദ്യം വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, printf %d is the number, %d is the number എന്നിട്ട് എക്സ് എന്ന് എഴുതി. അന്നേരം ഇവിടെ എന്താ വരിക, എക്സിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 10 is the number എന്നായിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പോൾ എവിടെയാണോ നമ്മൾ ഈ ഫോർമാറ്റ് അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അവിടെയായിരിക്കും ആ വേരിയബിളിലെ വാല്യൂ റൺ ടൈമിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്.
എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, printf വെച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സ്കാൻ ചെയ്യുന്നതും എപ്പോഴാണ്, എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടേണ്ട ആ ഒരു എക്സിക്യൂഷൻ സ്റ്റേജിലാണ് എന്തും വർക്ക് ചെയ്യുന്നത്, സ്കാനഫും printfഉം എല്ലാം വർക്ക് ചെയ്യുന്നത്, എല്ലാ സംഗതികളും വർക്ക് ചെയ്യുന്നത് ആ സമയത്താണ്. നമുക്ക് ഫിസിക്കലി കാണാൻ സാധിക്കും, എങ്ങനെ, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ റിസൾട്ടുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക. അടുത്തത് നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് നോക്കും. ഇത്രയും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരെ ആയിട്ടുണ്ട് നമ്മൾ, അല്ലേ, സിമ്പിൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക. സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. തുടർച്ചയായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.